അതെ, സഞ്ജയാണ്. ആ, എന്താ പൂജ? നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? എവിടെ പോകുന്നെന്നോ അങ്ങനെ എന്തെങ്കിലും? ആ ശരി, ഞാൻ ഉടനെ വരാം. ചേട്ടാ വീട്ടിലാണോ അതോ ഡ്യൂട്ടിയിലോ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതെ, ഇപ്പം തന്നെ. എനിക്കൊരിടം വരെ പോകാനാണ്. മീരയുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. മീരയെ കാണാനില്ലെന്ന്. സമയം 11 ആകാറായി. പറ്റില്ല ഏട്ടാ, ഇപ്പം തന്നെ പോണം. അതെ, ഞാൻ വീട്ടിലുണ്ട്. ശരി. മീര കൊള്ളാം. ആഴ്ചയിലാകെ 2 ദിവസമാണ് ഒരുമിച്ച് കിട്ടുന്നത്. എന്നിട്ട് നീ ഇങ്ങനെയാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? ഈ വരുമാനം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിചാരം? എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ എന്തൊക്കെയാ നീ പറഞ്ഞത്? അതിലൊന്നും എനിക്കൊരു പരിഭവവും ഇല്ല. ഇങ്ങനെ പോയാ എവിടെ ചെന്നെത്തും? എന്നിട്ടിപ്പോ എന്നോടും ജോലി റിസൈൻ ചെയ്യാൻ പറയുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൽക്കാലം ഈ ജോലി കളയേണ്ട സഞ്ജു. നിനക്ക് നല്ലൊരു വരുമാനമുള്ള ജോലി കിട്ടുമ്പോ റിസൈൻ ചെയ്യാം. എന്താ? സമയം 11:30 ഇപ്പോ എവിടെ പോയിരിക്കാനാണ് സാധ്യത? വേറെ സുഹൃത്തുക്കൾ ആരെങ്കിലും? എനിക്കറിയില്ല സോളമ. എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിപ്പോ ഫോൺ പോലും എടുത്തിട്ടില്ലെന്നാണ് പൂജ പറയുന്നത്. ഒരു 10 തവണയെങ്കിലും പറഞ്ഞതാ റിസൈൻ ചെയ്യാൻ. അതെങ്ങനെ? പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. അതിന്റെ പേരിൽ ഒരു തവണ ഞാൻ അവളെ തല്ലുകയും ചെയ്തു. എന്തിനാ ഹോസ്റ്റലിൽ നിർത്തിയത്? ദിവസം വന്നു പോകാൻ പറ്റില്ലേ? ദിവസവും 1 സൈഡ് യാത്ര തന്നെയുണ്ട്, 1.5 മണിക്കൂർ കൂടുതൽ. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിർത്തിയത്. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസിലാ. അവിടുത്തെ സെയിൽസ് ഗേളാ. ആരായി പൂജ? ഷീസ് എ റൂംമേറ്റ്. മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്.